സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന 2003 വേൾഡ് കപ്പ്. അന്ന് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയുമായിരുന്നു. ഓസ്ട്രേലിയ തങ്ങളുടെ എല്ലാ കളികളും വിജയിച്ചായിരുന്നു ഫൈനലിൽ എത്തിയത്. ഇന്ത്യ ആണെങ്കിൽ ഒരു കളി തോറ്റിട്ടും ആ തോറ്റത് വേറെ ആരുമായിട്ടല്ല, ഗ്രൂപ്പ് ഘട്ടത്തിൽ കങ്കാരുപടയോട് തന്നെയാണ്. പക്ഷേ ആ തോൽവിക്ക് ശേഷം വളരെ മികച്ച ഫോമിലാണ് ഇന്ത്യ കളിച്ചത്. പ്രത്യേകിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ. ആ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈനലിൽ കരുത്തരായ കങ്കാരുപ്പടയെ നേരിടുമ്പോൾ അവരെ സച്ചിൻ ടെണ്ടുൽക്കർ അടിച്ചോടിക്കുമെന്നായിരുന്നു ഇന്ത്യൻ ആരാധകർ എല്ലാവരും ഒന്നടങ്കം സ്വപ്നം കണ്ടത്. ഓസ്ട്രേലിയക്കെതിരെയുള്ള സച്ചിന്റെ റെക്കോർഡ് വളരെ മികച്ചതായിരുന്നതും ഇന്ത്യക്കാരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച മറ്റൊന്നാണ്. മത്സരം തുടങ്ങി ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കണ്ടത് സ്വപ്നം മാത്രമാണെന്ന് ഓസ്ട്രേലിയ തെളിയിച്ചു. പോണ്ടിങ്ങിലെ സെഞ്ചുറി കരുത്തിൽ അന്ന് ഓസ്ട്രേലിയൻസ് 353 റൺസാണ് അടിച്ചു കൂട്ടിയത്. ഇന്ത്യ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ തന്നെ അന്ന് ടെലിവിഷന് മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് അറിയാമായിരുന്നു, ഈ ഒരു ടോട്ടൽ അന്നത്തെ ഓസ്ട്രേലിയൻ ടീമിനെതിരെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമല്ല. അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന രീതിയിലായിരുന്നു അവരുടെ തുടക്കം. 4 റൺസ് എടുത്ത സച്ചിനെ അന്ന് വീഴ്ത്തിയത് സാക്ഷാൽ മഗ്രാത്ത് ആയിരുന്നു. സേവാഗും രാഹുൽ ദ്രാവിഡും ഒന്ന് പൊരുതി നോക്കിയെങ്കിലും കാര്യമുണ്ടായിരുന്നില്ല. 125 റൺസിന് അന്ന് ഇന്ത്യ ഓസ്ട്രേലിയയോട് തോൽക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. ഇതിന് നമ്മൾ മറുപടി കൊടുക്കുന്നത് 2007 T20 വേൾഡ് കപ്പിലാണ്. അന്ന് സെമിഫൈനലിൽ യുവരാജ് സിംഗിന്റെ കാര്യത്തിൽ കങ്കാരുപ്പടെ അവരുടെ നാട്ടിലേക്ക് കെട്ടുകെട്ടിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതികാരം അവസാനിച്ചില്ല. 2011 ഇന്ത്യയിൽ നടന്ന വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ശക്തരായ ഇന്ത്യ നേരിടാൻ വരുന്നത് സാക്ഷാൽ പോണ്ടിങ്ങിന്റെ ഓസ്ട്രേലിയ. അന്ന് ഓസ്ട്രേലിയക്ക് അവരുടെ പ്രതാപകാലത്തെ ശക്തിയൊന്നുമില്ല. എന്നാലും നോക്കൌട്ട് സ്റ്റേജുകളിൽ ഓസ്ട്രേലിയ വില്ലന്മാർ തന്നെയാണ്. അന്ന് ആ വില്ലന്മാരെ തല്ലി ഓടിച്ചത് വീണ്ടും സാക്ഷാൽ യുവരാജ് സിംഗ് തന്നെയാണ്. അവരുടെ 1999 വേൾഡ് കപ്പ് മുതൽ 2011 വേൾഡ് കപ്പ് വരെ അവർ നേടിയത് തോൽവികളില്ലാതെ തുടർച്ചയായ 25 വിജയങ്ങളാണ്. അതിനാണ് ഇന്ത്യ അന്ത്യം കുറിച്ചത്. 2015 വേൾഡ് കപ്പിൽ സെമിഫൈനലിൽ നമ്മളെ തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയൻസ് അന്ന് ഫൈനലിൽ കടന്നത്. അന്നവർ കിവീസിനെ തോൽപ്പിച്ച് 5ാം തവണയും ചാമ്പ്യന്മാരായി. 2023 വീണ്ടും ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് കപ്പ്. ഇത്തവണ ആ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ടീം അത് ഇന്ത്യ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ഇന്ത്യയുടെ പെർഫോമൻസും. ഒരു കളികൾ പോലും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത്. അവിടെ വീണ്ടും കാത്തിരുന്നത് ഓസ്ട്രേലിയൻസിനെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഒരു സംശയവുമില്ല, നമ്മൾ കപ്പടിക്കും. ഇത് ഒറ്റ സ്വരത്തിൽ എല്ലാ ഇന്ത്യക്കാരും പറഞ്ഞു. എന്തിനേറെ ഓസ്ട്രേലിയയുടെ ആരാധകർക്ക് പോലും മറിച്ചൊന്ന് ചിന്തിക്കാൻ വളരെ പ്രയാസമായിരുന്നു. അത്രയ്ക്ക് മികച്ച ടീമായിരുന്നു ഇന്ത്യയുടേത്. ഫൈനലിൽ ടീമിന്റെ മേന്മയൊക്കെ പേപ്പറുകളെ മാത്രമാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓസ്ട്രേലിയ തെളിയിച്ചു. സ്വന്തം നാട്ടിൽ നടന്ന മത്സരത്തിൽ ഫൈനൽ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഇന്ത്യക്കായില്ല. ട്രാവിസ് ഹെഡ് എന്ന ഒറ്റയാന് മുന്നിൽ ഇന്ത്യ വീണു. 6 വിക്കറ്റിനാണ് ഓസ്ട്രേലിയ വിജയിച്ചത്. ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ ഈ തോൽവി സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. ക്രിക്കറ്റ് ഒരു മതമായി കൊണ്ടുനടക്കുന്ന നമ്മുടെ നാട്ടിലേക്ക് 12 വർഷങ്ങൾക്ക് ശേഷം ക്രിക്കറ്റ് കിരീടം വരുമെന്ന് സ്വപ്നങ്ങൾ കണ്ടതെല്ലാം ഒരൊറ്റ കളിയിൽ ഒലിച്ചുപോയി. ഇന്ത്യ മൊത്തം നിശബ്ദതയിലേക്ക് കൂപ്പുകുത്തി. പക്ഷെ നമ്മൾക്കറിയാം, കളികൾ ജയിക്കും തോൽക്കും, അത് സർവ്വസാധാരണമാണ്. നമ്മൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അങ്ങനെ ചിന്തിച്ചാലേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സ്പോർട്സ്മാൻ ആകുകയുള്ളൂ. ഇന്ത്യ മുൻപോട്ട് പോയി. കഴിഞ്ഞ വേൾഡ് കപ്പിൽ വന്ന പിഴവുകളെല്ലാം മനസ്സിലാക്കി അതെല്ലാം തിരുത്തിക്കൊണ്ട് ഇന്ത്യ 2024 T20 വേൾഡ് കപ്പിന്റെ സൂപ്പർ 8ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നേരിടാനുള്ളത് ആദ്യത്തെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെയും രണ്ടാമത്തെ മത്സരത്തിൽ ബംഗ്ലാദേശിനെയുമാണ്. അവസാനം നമ്മൾ കാത്തിരിക്കുന്നത് ആ ഒരു പ്രതികാര മത്സരത്തിലേക്കാണ്. അതെ, ഓസ്ട്രേലിയൻസിനെയാണ് നമ്മൾ സൂപ്പർ 8ന്റെ 3ാമത്തെ മത്സരത്തിൽ നേരിടുന്നത്. ജൂൺ 24 ഡാരൻ സ്വാമി നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. ക്രിക്കറ്റ് ലോകം മുഴുവനും അന്ന് ഈ മത്സരത്തിലേക്ക് ചുരുങ്ങും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനേക്കാളും ഈ വേൾഡ് കപ്പിൽ കാത്തിരുന്നത് ഓസ്ട്രേലിയൻസിനെ തന്നെയാണ്. രോഹിത്തും കോഹ്ലിയും പിള്ളേരും കരുത്തു കാട്ടുമെന്ന് പ്രതീക്ഷിക്കാം.